15 വർഷം നീണ്ട കരിയർ, 25 സിനിമകൾ, ഇതിൽ ഭൂരിഭാഗവും ഹിറ്റുകൾ. ശിവകാർത്തികേയൻ എന്ന താരത്തിന്റെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. TV ഷോകളിലും അവാർഡ് നിശകളിലും പ്രസന്ററായി തുടങ്ങിയ ശിവകാർത്തികേയൻ വളരെ പെട്ടെന്നാണ് തമിഴ്നാട്ടിലെ പ്രേക്ഷകർ കൊണ്ടാടുന്ന താരമെന്ന നിലയിലേക്ക് വളർന്നത്. ആദ്യകാലങ്ങളിൽ ആർക്കും എളുപ്പം കണക്റ്റ് ആകുന്ന കഥാപാത്രങ്ങളുമായി കൊമേഴ്ഷ്യൽ സിനിമകളിലെത്തിയ ശിവകാർത്തികേയൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. ആ സിനിമകൾ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. എന്നാൽ ഈ അടുത്ത വർഷങ്ങളിൽ കൊമേഴ്ഷ്യൽ ഹീറോ ആയി തുടരുന്നതിനൊപ്പം തന്നെ ശിവകാർത്തികേയൻ എന്ന അഭിനേതാവിൻ്റെ വളർച്ച കൂടിയാണ് നമ്മൾ കണ്ടത്. സ്വയം പുതുക്കാൻ ശ്രമിക്കുന്ന ഒരു നടനെ ആ ചിത്രങ്ങളിൽ കാണാനാകും. ഇപ്പോൾ സുധാ കൊങ്കര ചിത്രം പരാശക്തി വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ ശിവകാർത്തികേയൻ എന്ന അഭിനേതാവ് കൂടി അവിടെ തിളങ്ങുകയാണ്. കരിയറിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏതൊരു താരത്തിനെയും പോലെ കൊമേഴ്ഷ്യൽ സിനിമകളിലൂടെയായിരുന്നു ശിവകാർത്തികേയൻ തുടങ്ങിയത്. കോമഡിയും ഡാൻസും ആട്ടവും പാട്ടും ഇമോഷനുമൊക്കെയായി ഒരു പക്ക എന്റർടൈൻമെന്റ് പാക്കേജ്. മുന്നിലിരിക്കുന്ന പ്രേക്ഷകനെ തന്റെ നാവിന്റെ ബലം കൊണ്ടും തമാശ കൊണ്ടും ഞൊടിയിടയിൽ കയ്യിലെടുക്കുന്ന ശിവകാർത്തികേയന് വളരെ പെട്ടെന്ന് തന്നെ തമിഴ് മക്കളുടെ ഹൃദയത്തിലേക്ക് കയറിക്കൂടാനായി. തന്റെ സ്ട്രോങ് ഏരിയയായ ഹ്യൂമർ കൊണ്ട് ഒരു ആവറേജ് സിനിമയെ പോലും ശിവകാർത്തികേയൻ പിടിച്ചു നിർത്തി. വരുത്തപ്പെടാതെ വാലിബർ സംഘം, മാൻകരാട്ടെ, രജനി മുരുകൻ, റെമോ തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൂടെ ശിവകാർത്തികേയൻ ബോക്സ് ഓഫീസിലും മുന്നേറി. ഇതിനിടയിൽ കോമഡിയിൽ മാത്രമല്ല ആക്ഷനിലും താൻ കേമനാണെന്ന് ശിവകാർത്തികേയൻ തെളിയിച്ചു. എന്നാൽ വിജയക്കൊടിമുടി കയറി നിൽക്കുമ്പോഴും വിമർശനങ്ങളും ശിവകാർത്തികേയന്റെ കൂടപ്പിറപ്പായിരുന്നു. എല്ലാ സിനിമയിലും ഒരേ തരത്തിലുള്ള അഭിനയം, എല്ലാം ഒരേ ടൈപ്പ് സിനിമകൾ. ശിവകാർത്തികേയന്റെ പടത്തിൽ സ്ഥിരം നമ്പറുകളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ നിന്ന് വരെ ഉയർന്നു. വിമർശനങ്ങളെ തള്ളിക്കളയാതെ അവയെല്ലാം ശിവകാർത്തികേയൻ മുഖവിലേക്കെടുത്തു എന്ന് വേണം കരുതാൻ. കാരണം 2021 ശേഷം എത്തിയ ശിവകാർത്തികേയൻ ചിത്രങ്ങളെല്ലാം ആ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നവയായിരുന്നു. നെൽസന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ഡോക്ടറിൽ അന്ന് വരെ കണ്ട ഫൺ ശിവയിൽ നിന്നെല്ലാം മാറി ഒരു സ്റ്റോൺ ഫേസ്ഡ് ആക്ടിംഗ് ആയിരുന്നു ശിവകാർത്തികേയൻ പരീക്ഷിച്ചത്. ചുറ്റുമുള്ളവർ സ്കോർ ചെയ്യുമ്പോഴും ഹ്യൂമറിൽ തകർക്കുമ്പോഴും ശിവയിലെ നായകൻ വളരെ സട്ടിലായ അണ്ടർപ്ലേ ആയിരുന്നു പലയിടത്തും കാഴ്ചവെച്ചത്. കൊമേഴ്ഷ്യൽ ഫോർമുലകൾ നിലനിൽക്കുമ്പോഴും ഡോക്ടർ ശിവകാർത്തികേയന്റെ പുത്തൻ പരീക്ഷണമായി മാറി. തുടർന്നെത്തിയ ഡോണും പ്രിൻസും അയലാനും സ്ഥിരം SK ടൈപ്പ് പടങ്ങളായി തന്നെ മാറി. എന്നാൽ മഡോൺ അശ്വിന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന മാവീരൻ ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി മാറി. ഒരു പേടിത്തൊണ്ടനായ നായകൻ, ഒരുപക്ഷെ തമിഴ് സൂപ്പർ താരങ്ങൾ പോലും കൈവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കഥാപാത്ര സൃഷ്ടി. ക്ലൈമാക്സിലല്ലാതെ ഒരിടത്തും ശിവയുടെ നായകൻ മനഃപൂർവ്വം ഉയർത്തെഴുന്നേൽക്കുകയോ രക്ഷകനായി മാറുകയോ ചെയ്യുന്നില്ല. കഥ പറച്ചിൽ രീതിയിലും അവതരണം കൊണ്ടും മാവീരൻ മികച്ചു നിന്നു. ഒപ്പം ശിവകാർത്തികേയൻ എന്ന അഭിനേതാവും തിളങ്ങി. ദി ഗോട്ടിൽ സാക്ഷാൽ ദളപതി വിജയുടെ കയ്യിൽ നിന്നും തുപ്പാക്കി ഏറ്റുവാങ്ങിയ ശിവകാർത്തികേയൻ തുപ്പാക്കിയുമേന്തി അടുത്ത സിനിമയിലെത്തി. രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കിയ അമരൻ ശിവയുടെ കരിയറിലെ വഴിത്തിരിവായി. മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതകഥ പറഞ്ഞ സിനിമയിൽ മുകുന്ദായി ശിവകാർത്തികേയൻ കസറി. പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച സിനിമയിൽ ഒരു പട്ടാളക്കാരനായി ഇന്ദു റെബേക്ക വർഗീസിന്റെ പ്രിയപ്പെട്ട മുകുന്ദായി നടൻ തന്റെ അഭിനയ മികവ് തെളിയിച്ചു. ബയോപിക് സിനിമകൾ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തുന്നിടത്ത് അമരൻ നേടിയത് 300 കോടിയോളമാണ്. അഭിനയത്തിലെ തന്റെ പരിമിതികളെ മറികടക്കാനുള്ള ശിവകാർത്തികേയന്റെ വേറിട്ട ശ്രമം കൂടിയായി അമരൻ. തൊട്ടു പിന്നാലെത്തിയ മദ്രാസിലെ രഘു എന്ന നായകൻ ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവത്തിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തമായ ഐഡന്റിറ്റി നിലനിർത്തിയിരുന്നു. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങളോളം ചെലവഴിച്ച നായകനായിരുന്നു സിനിമയിൽ ശിവ അവതരിപ്പിച്ച രഘു. അവിടെയും വൾണറബിളായ നായക കഥാപാത്രം ശിവകാർത്തികേയനിൽ ഭദ്രമായിരുന്നു. ഇപ്പോൾ പുറത്തുവന്ന പരാശക്തിയും ശിവകാർത്തികേയനിലെ അഭിനേതാവിനെ ചൂഷണം ചെയ്യുന്ന സിനിമ തന്നെയാണ്. ഹീറോയ്ക്കായ മൊമെന്റുകൾ വന്നു പോകുമ്പോഴും പ്രകടനത്തിൽ തന്റെ മുദ്ര പതിപ്പിക്കാൻ ശിവകാർത്തികേയന് സാധിക്കുന്നുണ്ട്. സിനിമയുടെ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എല്ലാം കൃത്യതയോടെ ചെയ്ത് ഫലിപ്പിക്കാൻ ശിവകാർത്തികേയന് സാധിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ റൂട്ടിലുള്ള സിനിമകൾ ചെയ്യുമ്പോഴും കഥാപാത്രത്തിലും അഭിനയത്തിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ ശിവകാർത്തികേയന് സാധിക്കുന്നു എന്നത് ഒരു മേന്മയാണ്. വിജയും അജിത്തും രജനിയും തുടങ്ങി ഇങ്ങ് ധനുഷ് വരെ തട്ടുപൊളിപ്പൻ പാസം സിനിമകളാൽ ആവർത്തന വിരസതയിലേക്ക് പോകുമ്പോൾ എന്റർടൈൻ ചെയ്യിച്ചും കയ്യടി വാങ്ങിയും ശിവകാർത്തികേയൻ കളം നിറയുകയാണ്. ഇനി വരാനിരിക്കുന്ന വെങ്കട് പ്രഭു ശിവകാർത്തികേയൻ ചിത്രം സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ ഇത്തരം കൊമേഴ്ഷ്യൽ എക്സ്പെരിമെന്റ് സിനിമകളിൽ ശിവകാർത്തികേയൻ കസറും.